ഇത് ഒന്നിലിട്ടാ ഒടുക്കത്തെ കാറ്റാ, എന്റെ ഒരു രക്ഷയില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് നിങ്ങൾക്ക് മേടിക്കാം. നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ട്. അതോടുകൂടി പരിപാടി ക്ലോസ്. എനിക്ക് എന്നാന്നറിയോ അത്ര ഇഷ്ടമില്ലാത്ത. പിന്നെ വേറെ ആരോ ഒന്നാൾ ചോദിച്ചു അമ്മ കമന്റ് നോക്കാറുണ്ടോ? ഞാൻ എനിക്കുള്ളതായിരിക്കും. അല്ലല്ലോ, ഞാനോർത്തിതാ മറ്റേ സാധനമാണ്. ഇപ്പൊ ഒരു സംഗതി നാളെ മേടിച്ചോണ്ട് വന്നല്ലോ, കുളിച്ചു. നമ്മുടെ ലൈഫിൽ ഒരുപാട് കുറവുകൾ നമുക്കുണ്ടാവും, പലതരത്തിലെ കുറവുകളും പലതരത്തിലെ തടസ്സങ്ങളും പല പ്രയാസങ്ങളും ഉണ്ടാവും. പക്ഷെ ടാങ്കിന്റെ ഞാൻ കേട്ടിട്ടില്ല, അത് കേട്ടിട്ട് പോലുമില്ല. അങ്ങനെ എന്റെ ഭാഗത്തൊരു ചീത്ത സ്വഭാവം ഉണ്ട്. അതായത് ചിലർക്ക് നല്ല അങ്ങനെ ഞങ്ങള് ചൂട് മൂർധന്യത്തിൽ വന്നപ്പോ ഒരു പെഡസ്റ്റൽ ഫാനും കൂടെ മേടിച്ച്, ഒരു പെഡസ്റ്റൽ കിച്ചണിലുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തോണ്ട് നടക്കാൻ പറ്റില്ല. എപ്പോഴും അത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തോണ്ട് നടക്കണം, നടക്കൂലല്ലോ. അത് കിച്ചണിൽ കുക്കിംഗ് പരിപാടി നടക്കുമ്പോൾ സാറ്റർഡേ സൺഡേ ഫാനില്ലാണ്ട് നിൽക്കാൻ പറ്റൂല, ചൂട് ഭയങ്കര അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എയർ പാസേജ് കുറവായത് കാരണം ചൂട് ഭയങ്കര. അപ്പം ഞങ്ങൾ വേറെ ഒരു പെഡസ്റ്റൽ ഫാൻ മേടിച്ചു. അത് എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ മോനൊരു പെഡസ്റ്റൽ ഫാൻ ബ്ലൂ ബ്ലാക്ക് കളറാ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഫിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു. അപ്പം ഞാൻ ചോദിച്ചു പറഞ്ഞു അമ്മായി ഇത് ബ്ലൂബെറി ബ്രാൻഡാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇത് കേട്ടിട്ടില്ലോ എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു അത് പിറവത്തുനിന്നാ മേടിച്ചതെന്നാ പറഞ്ഞു കേട്ടോ, മേടിച്ചതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അമ്മായിക്ക് മേടിക്കാൻ പോകണമെന്നും പറഞ്ഞ് വന്ന് അന്ന് ഇവിടെ ഷോപ്പിലൊന്നും ചോദിച്ചില്ല. പിന്നത്തെ ആഴ്ച, അതായത് വേനക്ക് മേടിച്ചതാട്ടോ, പിന്നത്തെ ആഴ്ച ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ഷോപ്പിംഗ് സെൻറ്ററിൽ പോയി മുളന്തുരത്തിലെ ഞാൻ പറയാം പോളിക്യാബ് എന്ന് പറഞ്ഞ പോളിക്യാബ് എന്നാ കടയുടെ പേര്. പോളിക്യാബ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ബ്ലൂബെറി. 2500 റേറ്റ്. 1 ഇയർ വാറന്റി ഉണ്ട്. അപ്പൊ അത് നല്ല കാറ്റാട്ടോ. അപ്പൊ എനിക്ക് പറയാം, എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഒന്നിലിട്ടാ ഒടുക്കത്തെ കാറ്റാ, എന്റെ ഒരു രക്ഷയില്ല. അപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ ഈ കാര്യം മയക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് ഓഫ് ചെയ്ത് ഇട്ടേക്കുവാ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ ആവൂല അല്ലെങ്കിൽ. അപ്പൊ ഇത് 5 ലീഫുണ്ട്. ബ്ലൂ ബ്ലാക്ക് തന്നെ വേണം എൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷെ അവര് പറഞ്ഞു ചേച്ചി ബ്ലൂ ബ്ലാക്ക് ഇല്ല. ബ്ലൂ ബ്ലാക്ക് എന്ന് വെച്ചാൽ ബ്ലൂ ലീഫും ബ്ലാക്ക് ഇതിന്റെ എന്നാ മറ്റേ കവറ് അതിൽ ബ്ലാക്ക് ആയിട്ടുള്ള. അപ്പം എന്നോട് പറഞ്ഞു അത് കുറച്ച് ഡിലേ വരും. അയ്യോ ഡിലേ ഒന്നും പറ്റില്ല, ഇപ്പം തന്നെ ചൂട് മൂർത്തന്നെയാന്ന് ഞാൻ പറഞ്ഞു. അവർ ഭയങ്കര ചിരി. അപ്പം പറഞ്ഞു റെഡ് ബ്ലാക്കും ഉണ്ട് യെല്ലോ ബ്ലാക്കും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു യെല്ലോ ബ്ലാക്ക് വേണ്ട റെഡ് എടുത്തു വന്നാൽ അതാ നല്ലതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പോയി മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ അപ്പം പറഞ്ഞു ഞാൻ ഫിറ്റ് ചെയ്തോളാന്ന് പറഞ്ഞ് ബോക്സിൽ ഇങ്ങനെ കിറ്റായിട്ട് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് അന്ന് തന്നെ ഫിറ്റ് ചെയ്ത് കാറ്റ് കൊണ്ടു. അപ്പം ഇനി സംസാരിക്കുമ്പോൾ കാറ്റ് കൊള്ളണത് പിടിക്കാൻ പറ്റൂല. കാരണം സംസാരിക്കുന്ന ക്ലിയർ ആയി കിട്ടൂല, ഭയങ്കര സൗണ്ടാ. ഓൺ ചെയ്തോ? ഇനിയിപ്പോ സംസാരിക്കാനില്ല അതിനെപ്പറ്റി. എനിക്ക് ഏതായാലും നല്ല വർത്തായി പോയി. ഇത് 1 ഇയർ വാറന്റി ഉണ്ട്. ഒരു പ്രൊമോഷനും അല്ല. അപ്പൊ തുറന്ന അഭിപ്രായം പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഇവിടെ എന്നോട് പറഞ്ഞു ക്രോംപ്ടണും പിന്നെ എന്നെ എന്നോട് പറഞ്ഞൊരു ബ്രാൻഡ് വീഗാർഡ് അതൊക്കെ നോക്കാൻ പറഞ്ഞു. അപ്പൊ നോക്കിയപ്പോ ഇതിന് കോസ്റ്റ് ഇച്ചിരി കുറവല്ലേ ഈ കോസ്റ്റ്. അപ്പൊ എന്നോട് പറഞ്ഞു ഇത് 1 ഇയർ വാറണ്ടി അല്ലേ, 1 ഇയർ വാറണ്ടി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഏതായാലും ഇത് ഈ ഡ്രോയിങ് റൂമിൽ ഞാനിരിക്കുമ്പോഴാണ് കൂടുതൽ, ഞാനും ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് കൂടുതൽ ഇടണോള്. പപ്പ എവിടെ ഇരിക്കുമ്പോൾ അവിടെ അതിൻ്റെ താഴെ തന്നെ ചെയറിട്ടിരിക്കണോണ്ട് ആ സീലിംഗ് ഫാൻ ധാരാളം മതി. ഞങ്ങൾക്ക് പറ്റൂല, അത് ഇങ്ങോട്ട് അധികം കാറ്റ് കിട്ടില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഇട്ട് കൊടുക്കും, കാരണം ചൂടുകാലത്ത് അല്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അപ്പം അതുകൊണ്ട് ഒരു പ്രൊമോഷനും അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് നിങ്ങൾക്ക് മേടിക്കാം കേട്ടോ. ഞങ്ങൾ മേടിച്ച സംഗതി ഇന്നതാണെന്നും നല്ല കാറ്റുണ്ടെന്നും ഈ 3 മാസമായുള്ളൂ മേടിച്ചിട്ടുള്ള അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി ഞാൻ സംസാരം നിർത്തുക, ഫാൻ വർക്ക് ചെയ്ത് കാണിക്കാം. ഇത് ഏറ്റവും സ്ലോയിലാണ് ഞങ്ങൾ ഇട്ടത്. ഇത് ഞങ്ങൾക്ക് ഡയറക്റ്റ് ഫാൻ കാറ്റ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കുനിച്ച് വെച്ചേക്കണതാട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണമെങ്കിൽ വെക്കാം, അന്നേരം പിന്നെ ഇങ്ങനെ വേണം, അതുകൊണ്ട് ഇങ്ങനെ വെച്ചേക്കണതാട്ടോ. അപ്പോൾ ഓക്കെ, നല്ലതായിരിക്കും. ഇത് നീലമാങ്ങയാണോ? നമ്മുടെ നീല. എന്നാ നിങ്ങൾ രണ്ടുപേരും കൂടെ പറിച്ചു വെച്ചിരുന്നത് അമ്മ പറിക്കാൻ വരാതിരുന്നത് നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഇനി 1-2 പരിസരവാസികൾ പേർക്ക് നമ്മുടെ അടുത്തുള്ളവർക്കും കൂടെ കൊടുക്കാനില്ല. അതോടുകൂടി പരിപാടി ക്ലോസ്. നമ്മൾ ഒരെണ്ണത്തിന് ഇച്ചിരി പുളിപ്പുണ്ട്, ഇച്ചിരി പഴുപ്പ് കുറവുണ്ടെന്ന് തോന്നണം. 4 ചെത്തിയിട്ട് 2 പുഴുവായിരുന്നു. 2 കിട്ടിയതാണ് ഞാൻ ഇത് വെച്ചേക്കണേ. ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഞാൻ കഴിച്ചു. ഞാൻ നല്ലത് നോക്കി എല്ലാവർക്കും കൊടുത്തത്.
ഉണക്ക കപ്പ ഇനി പറിക്കണ ചെയ്തു. ആ മേടിച്ചതാണോ? ആ നല്ല രുചിയുണ്ട്, ഞാൻ കഴിച്ചിട്ട്. നല്ലതാ. നമ്മൾ ഈ മഴക്കാലം വരുമ്പോഴാട്ടോ ഉണക്കക്കപ്പയൊക്കെ രംഗത്ത് വരുന്നത്. അതായത് സമ്മറിൽ ഉണക്കി വെക്കുന്ന കപ്പ മഴക്കാലത്ത് നമ്മൾ യൂസ് ചെയ്യുന്നു. അതാണ് അതിന്റെ കോൺസെപ്റ്റ്. ഇപ്പം മഴക്കാലമൊന്നും ആയിട്ടില്ല ശരിക്കും, പക്ഷെ മഴ പെയ്ത് തുടങ്ങി, മഴക്കാലത്തിന്റെ ഒരു പ്രതീതി ജനിപ്പിച്ചു തുടങ്ങി. അപ്പോഴേക്കും അമ്മ എടുത്തു ഉണക്കക്കപ്പ. അപ്പം വാങ്ങിച്ചോണ്ട് വന്നാന്നാണ് കേട്ടോ പറഞ്ഞ. അത് കാരണം ഇപ്പോഴേ അങ്ങ് തുടങ്ങി. മഴക്കാലത്ത് വേഗം വരവേൽക്കാനുള്ള ഉത്സാഹത്തിലാണ്. ഇത് ഡേറ്റ് പറ. മെയ് 22. 22 വെള്ളി വൈകിട്ട് 8:10 സമയം. വീക്കെൻഡാ. വലിയ പാക്കറ്റ് ആണേലും കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ ഉള്ളൂ, എങ്കിലും ഒന്ന് കാണിക്കാന്ന് കരുതി. കാരണം സാധനങ്ങൾ ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് കാണിക്കാന്ന് വിചാരിച്ച്. ഇപ്പൊ ഓപ്പൺ ചെയ്തോ. വീട്ടിലേക്കുള്ള ചെറിയ ചെറിയ സാധനങ്ങളാണേലും ചിലർക്ക് അത് കാണുമ്പോഴായിരിക്കും ചില സംഗതികൾ പെട്ടെന്ന് കത്തുക. മഴ പെയ്ത് കഴിഞ്ഞപ്പോ കൊതുക് കൂടി. പിന്നെ വെച്ചേച്ച് കാണിക്കാം. ഏതാണ്ട് വേറെ ഉണ്ട്, അത് പിന്നെ ഇത് ഓരോന്നും എടുത്ത് വെച്ചിട്ട് കാണിക്കാം കേട്ടോ. കാണിക്കാം. എന്നാ ഓരോന്നും വിടുത്താ. പല കടയിൽ നിന്ന് മേടിച്ചോണ്ടാണ് പല കവറിലൊക്കെ. മല്ലിക ഒരെണ്ണേ മേടിച്ചോളൂ. നന്നായി മതി. എനിക്ക് വലിയ ഇഷ്ടമായത് മല്ലിക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇതിന്റെ തൈ നട്ടിട്ടുണ്ടോ? ഉണ്ട്. ഒരെണ്ണം 46 രൂപ. ഒരെണ്ണം അല്ലേ? കല്യാണാണോ? അതെ അതെ അതെ. അതേ കവറ് കല്യാണിന്റെ കണ്ടു. അവിടത്തെ മാമ്പഴം കഴിഞ്ഞ വർഷം ഞാൻ മേടിച്ചിട്ട് നല്ലതായിരുന്നു. ഈ വർഷവും മല്ലിക നല്ലതാന്ന് വിചാരിക്കുന്നു. കണ്ടിട്ട് നല്ലതായിട്ടാ തോന്നണം. നാളെ ചെത്താം. നാളെ ചെത്താം. പഴുത്തിട്ടുണ്ടോ അത്? നാളെ ചെത്താറാവും. ശരിക്കും പഴുത്തും തോന്നുന്നു. നാളെ മതി. ബാക്കിലൊന്നും പഴുത്തിട്ടില്ല. അല്ലെങ്കിൽ മല്ലികയ്ക്ക് ഒരു കുഴപ്പമുണ്ട്, ശരിക്കും പഴുത്തില്ല പുളിയായിരിക്കും. ബംഗനംപിള്ളിക്ക് അതൊന്നും പ്രശ്നമല്ല. ബംഗനംപിള്ളി എനിക്ക് എന്നാന്നറിയോ അത്ര ഇഷ്ടമില്ലാത്ത വെള്ളച്ചൊവ്വ അല്ലേ? അത് കുറച്ച് വാട്ടറിയാണ്, ഭയങ്കര ജ്യൂസിയാ. അതുകൊണ്ടാ. ഇപ്പൊ ഇനി ഓരോന്ന് എടുക്കട്ടെ. ഇത് ക്യാരറ്റ് ആയിരിക്കും. അത് ഇവിടെ മേടിച്ചായിരുന്നു ക്യാരറ്റ്. കറികൾക്ക് എടുക്കണ്ടേന്ന് വിചാരിച്ചാ ഞാൻ വൈകിട്ട് ഇതിന്റെ ഒരു സാലഡാ കഴിക്കണേ. ക്യാരറ്റും ബീൻസും. പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ടോ. ചിലപ്പോ മുട്ട ഇടും, ചിലപ്പോ പനീർ ഇടും, ഗ്രീൻ പീസ് വഴറ്റി ഗ്രീൻ പീസ് ഇടും. അത് പ്രേക്ഷകർ കണ്ട. അതെ അതെ, ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാവും അവര്. ഇത് അപ്പടെ കണ്ണിമാങ്ങ ഫേവറേറ്റ്. കണ്ണിമാങ്ങ ഇല്ലാത്തൊരു ജീവിതം. 94.24 റേറ്റ്. ഗ്രാം പറഞ്ഞു 248 ഗ്രാം. 248 ഗ്രാം. അപ്പൊ 1 കിലോയ്ക്ക് എത്രയാണ്? 1 കിലോയ്ക്ക് 350 രൂപയാ. നമ്മള് മറ്റേ ചക്കപ്പുഴുക്കിന്റെ കൂടെ വെളുത്തുള്ളി അച്ചാറ് കഴിക്കണുണ്ടപ്പോ ഒരു വ്യൂവർ നമ്മളോട് പറഞ്ഞു മാങ്ങാച്ചാറ് നല്ലതായിരുന്നു. മാങ്ങാച്ചാറ് അപ്പയുടെയാണ് വീക്ക്നെസ്. എനിക്ക് മാങ്ങാച്ചാറിനോട് വലിയ കമ്പയില്ല, വേണമെങ്കിലൊക്കെ കഴിക്കും. എനിക്ക് കപ്പയും ചക്കയും കഴിക്കുമ്പോ ഏറ്റവും ഇഷ്ടം മീൻചാറാ. അത് പണ്ട് മുതലേ അങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ കപ്പ പുഴുങ്ങിയതിനും എനിക്ക് മീൻചാറാ ഇഷ്ടം. ചമ്മന്തി അല്ല എനിക്കിഷ്ടം. അപ്പൊ ദേ അതെന്താ വെച്ചാലേ അതിന് പുളി ഉള്ളതുകൊണ്ടാണ് അത് കഴിച്ചു നോക്കാൻ ആ ചേച്ചി പറഞ്ഞത്. മേ ബി പുളി നല്ല കോമ്പിനേഷൻ അതിൻ്റെ കൂടെ ആണ്. പിന്നെ ഓരോരുത്തർക്കും താല്പര്യങ്ങളും ഉണ്ടാവൂല. അപ്പൊ പറഞ്ഞു തന്നതിൽ സന്തോഷം. പിന്നെ വേറെ ആരോ ഒന്നാൾ ചോദിച്ചു അമ്മ കമന്റ് നോക്കാറുണ്ടോ? ഞാൻ കമന്റ് എല്ലാ കമന്റും ഞാൻ കണ്ടിന്യൂസ് വായിക്കാറുണ്ട് കേട്ടോ. യൂട്യൂബിലെ റിപ്ലൈ തന്നത് മകളാന്ന് മാത്രം. ഇത് എനിക്കുള്ളതായിരിക്കും. അല്ലല്ലോ, ഞാനോർത്തിതാ മറ്റേ സാധനമാന്ന്. ഗാർബേജ് ബാഗ് ആണല്ലോ, സാധാരണ മേടിക്കുന്നതല്ല. അതാ ഞാൻ ചോദിച്ചു. അത് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. എനിക്കത് കണ്ടിട്ട് മനസ്സിലായില്ല. ദിസ് ഈസ് നോട്ട് എ പ്ലാസ്റ്റിക് ബാഗ്. അത് ഇതിന്റെ റേറ്റ് പറഞ്ഞേക്കാപ്പ. MRP 133. അത്രയില്ല, കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ട്. മറ്റേതിന് 140 സംതിങ് ആയിരുന്നു. അതിപ്പോ സ്റ്റോക്ക് ഔട്ട് ആയി. നമുക്കിത് മതി. രണ്ട് സെയിമാ. കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സംഗതികൾക്ക് വില കുറഞ്ഞ സാധനമായെന്നോർത്ത് ഒരു കുഴപ്പമില്ല. വേസ്റ്റ് ബാസ്ക്കറ്റിന്റെ അകത്താ നമ്മൾ വെക്കണം. എന്നിട്ട് ആ സംഗതിയോട് കൂടി കളയുമല്ലേ. ഇത് തന്നെ അധികം റേറ്റ്. ഇത് 1 ഡസൻ ആയിരിക്കും അല്ലേ? 15 എണ്ണം. മറ്റേത് 15 ആയിരുന്നു. അതൊന്ന് ഇവിടെ വെക്കട്ടെ എന്നാ. വെച്ചോ. ഇത് ഞാലിപ്പൂനായിരിക്കും. അതെ,
അത് സ്മൂത്ത് 18 രൂപയുടെ. ഇവിടെ എല്ലാം പഴം ഇരിപ്പുണ്ടോ? ഇവിടെ പഴം ഇരിക്കുന്നത് പാളയംകോടനും ഒരു റോബസ്റ്റ് ഇരിപ്പുണ്ട്. കണ്ണനുണ്ട്, അത് താല്പര്യമില്ലല്ലോ. കണ്ണനുണ്ട് പഴുത്തു. അപ്പൊ 2 പെടലയാ കണ്ണന്റെ എടുത്ത് വെച്ചേക്കണം. അത് 2 പെടലയും പഴുത്തു. ഞാലിപ്പൂ സ്മൂത്തിക്ക് ഞാലിപ്പൂന്ന് തന്നെയാ നല്ലത്. എടുത്തു വെച്ചോ. ഇതായിട്ടിരിക്കുവായിരുന്നതാ ഞാൻ മേടിച്ചോളാൻ പറഞ്ഞ റാഗി. അവിടുത്തെ റാഗിപ്പൊടി നല്ലതാട്ടോ. ബില്ലയിലുണ്ട് കേട്ടോ. വേറെ രണ്ടിനകത്ത് കിടപ്പുണ്ടത് കഴിഞ്ഞിട്ട് കാണിക്കാം. അവിടെ പുട്ടിനുള്ളതല്ല, സ്മൂത്ത് ആയിട്ടുള്ള റാഗിപ്പൊടിയാണ്. നൈസ്. 594 ഗ്രാമിന് 50 രൂപ. നല്ല റാഗിപ്പൊടിയാണ്. നമ്മള് പലതവണ മേടിച്ച് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് പറഞ്ഞതാട്ടോ. അല്ലാണ്ട് നമ്മള് ഉപയോഗിച്ചിട്ട് നല്ല ഇതായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ നല്ലതാന്ന് പറയും. പിന്നെ അത് അത്ര ഗുണമില്ലെങ്കിൽ നമ്മൾ പറയും അത് ഞങ്ങൾക്ക് അത്ര താല്പര്യമായിട്ട് തോന്നിയില്ല എന്ന് നമ്മൾ പറയാറുണ്ട് കേട്ടോ. കൃത്യമായിട്ട് അഭിപ്രായം ഞങ്ങൾ പറയാറുണ്ട്. പൊടി കാണിച്ചു വേണമെങ്കിൽ നല്ല സ്മൂത്താ. നമ്മള് നല്ല നൈസാണ്. എനിക്കിത് ഏറ്റവും ഇഷ്ടം. നല്ല നൈസാ. അമ്മയ്ക്ക് കുറുക്കാണ് ഇഷ്ടം. എനിക്ക് കുറുക്കാ. ഞാൻ ഇതിന്റെ സ്മൂത്തി എന്ത് ക്രൈസാന്നറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടം. കുറുക്കാൻ്റെ ഭയങ്കര ഇഷ്ടം കുറുക്ക്. ഇത് അമ്മയ്ക്ക് മേടിച്ചതാ. ഈ പോൺസിന്റെ BB ക്രീം. BB ക്രീം എന്ന് പറഞ്ഞ മോയ്സ്ചറൈസർ, ഫൗണ്ടേഷൻ, സൺസ്ക്രീൻ 3 കൂടെ ചേർന്നല്ല. അപ്പൊ ഇപ്പൊ ഒരു സംഗതി ഇന്നാള് മേടിച്ചോളൂ നല്ലോ. അത് ബോഡി ലോഷൻ അല്ലേ, ഇത് മുഖത്തിടാൻ. മുഖത്തിടാൻ ഗാർണിയറിന്റെ ഇരിപ്പുണ്ടെന്നാ. അത് തീർന്നില്ലേ? രണ്ടാമത് മേടിച്ചില്ലേ ട്യൂബ്? രണ്ടാമത് മേടിച്ചായിരുന്നു. ഇത് ഇരുന്നോട്ടെ, കാരണം വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോ മുഖമൊക്കെ നല്ല ഭംഗിയായിട്ട് ഇരുന്നോട്ടെ. SPF 30 PA+++. അതിന്റെ റേറ്റ് പറഞ്ഞായിരുന്നു. അതേ 108 രൂപ. പുറകിൽ അടിയിൽ അതിന്റെ കാണിക്കാം. ഇവിടെയാണോ? നോക്കിക്കോട്ടോ. 108 രൂപ. ഇത് ഞാൻ സ്മാർട്ട് ബസാറിൽ നിന്ന് എടുത്ത. ഇവിടെ വെക്കട്ടെ എന്നാ, കവറങ്ങ മാറ്റാം. വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോഴേ മുഖം നല്ല തുടുത്തിരിക്കട്ടെ. തുടുക്കാനല്ല, നല്ല ഭംഗിയായിട്ട് സ്മൂത്ത് ആയിട്ടിരിക്കും. മുഖം 60 വയസ്സായെങ്കിലും തുടുപ്പിന് കുറവില്ല. പിന്നെ വാർദ്ധക്യത്തിൻ്റെതായ ചുളുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ബോഡിയിൽ വരണം. അതെല്ലാവർക്കും വരും. അല്ല, മുടിയിൽ വരും, പല്ലിന് വരും, എല്ലാ സംഗതികൾക്കും വരും. അത് എന്നും യൗവനായിട്ട് നിൽക്കാൻ പറ്റൂല. മനസ്സിന് വരുമോ? മനസ്സിന് ഞാൻ വരുത്താതിരിക്കാൻ ശ്രമിക്കും. അങ്ങനെ വേണം. കാരണം ഞാൻ ബി പോസിറ്റീവ്. എപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടായിരിക്കണം. നമ്മുടെ ലൈഫിൽ ഒരുപാട് കുറവുകൾ നമുക്കുണ്ടാവും. പലതരത്തിലെ കുറവുകളും പലതരത്തിലെ തടസ്സങ്ങളും പല പ്രയാസങ്ങളും ഉണ്ടാവും. പക്ഷെ പോസിറ്റീവായിട്ട് എപ്പോഴും ചിന്തിക്കാൻ ഞാൻ ശ്രമിക്കും. മാക്സിമം അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ജിൽ പോലെ നടക്കുന്നത്. ഓക്കെ, അടുത്തത് അത് കംപ്ലീറ്റ് സാമ്പിൾ പാക്കറ്റാ. ആണോ? സാമ്പിള് ഞാൻ മേടിക്കണ മുഴുവൻ കോവിലിന്നാ. കോവിലുണ്ടല്ലോ ഒത്തിരി സാധനങ്ങളുടെ സാമ്പിൾ പാക്കറ്റ് കിട്ടും. അതായത് 5 രൂപ 10 രൂപയുടെ പാക്കറ്റുകൾ. ടാങ്കിന്റെ വരെ ഉണ്ട് 5 രൂപ പാക്കറ്റ്. ടാങ്കിന്റെ ഞാൻ എവിടെ കേട്ടിട്ടില്ല. അത് കേട്ടിട്ട് പോലും ഒത്തിരി സാമ്പിൾസ് കിട്ടുന്ന ഒരു ഷോപ്പാട്ടോ അത്. ബദാം ഡ്രിങ്ക്. അതിന്റെ സാമ്പിള്. ബാംബിനോയ അല്ലേ? ബാംബിനോ. ഇതൊന്നും സാമ്പിൾ ഞാൻ കണ്ടിട്ട് പോലുമില്ല. മിൽക്ക് പൗഡർ അല്ലേ? ഹൈ ഫാറ്റ് മിൽക്ക് പൗഡർ, നന്ദിനിയുടെ. ഇന്നാളെ നമ്മളെ കറണ്ട് ഇതായിട്ടിരുന്നപ്പോ കട്ടൻ ഞാൻ പാല് കേടായി പോയി എന്ന് പറഞ്ഞപ്പോ ഷൈനി സുരേഷ് പറഞ്ഞായിരുന്നു നന്ദിനി. നന്ദിനിയുടെ പാക്കറ്റ്, പാലിന്റെ പാക്കറ്റ് 1/2 ലിറ്റർ 1 ലിറ്റർ ഒക്കെ ഇവിടെ മേടിച്ചോണ്ട് വന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ വെള്ളിയാഴ്ച ഞാൻ ഇവളോട് പറഞ്ഞില്ല അത് വാങ്ങിച്ചോണ്ട് വരാം. എന്നാൽ എന്നാന്ന് ഞാൻ ഷൈനിയോട് കൃത്യമായിട്ട് പറഞ്ഞു തരാം. നമ്മൾക്ക് ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയണമല്ലോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നന്ദിനിയുടെ പാലാണെങ്കിലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കാച്ചി കഴിഞ്ഞാൽ പിന്നെ അല്ല, ഫുൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് കാച്ചി എടുക്കണമല്ലോ. ഫ്രിഡ്ജ് കറണ്ട് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് ബാലൻസ് നമുക്ക് കാച്ചാതെ വെക്കാമല്ലോ. ഇപ്പൊ ഫ്രിഡ്ജും ഫ്രീസറും കറണ്ട് 3 ദിവസം നൈറ്റ് 2 നൈറ്റാണ് ഞങ്ങൾക്ക് പോയത്, 3 ഡേയും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പിന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പറ്റൂല. പിന്നെ എനിക്കൊരു എൻ്റെ ഭാഗത്തൊരു ചീത്ത സ്വഭാവമുണ്ട്. അതായത് ചിലർക്ക് നല്ലതായിരിക്കും, ചിലർക്ക് ചീത്തയായിരിക്കും. എനിക്ക് ഫുൾ പാല് കാച്ചി വെച്ചില്ലേ പുറത്തിങ്ങനെ കാലത്തെ മുതൽ വൈകുന്നേരം വരെ വെക്കണത് എനിക്ക് ഇഷ്ടമുള്ളൂ. വൈകിട്ട് പാക്കറ്റ് പാല് കാച്ചി വെച്ച് ബാലൻസ് ഉള്ളത് പിറ്റേ ദിവസം രാവിലെ എടുക്കണം എനിക്ക് ഇഷ്ടമില്ല. അപ്പം ഞാനങ്ങനെ കാച്ചി കഴിഞ്ഞ് ബാലൻസ് വരുവാണെങ്കിൽ ഉറയൊഴിക്കാൻ എടുക്കും. ഇൻ കേസ് കൂടുതൽ പാലുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും, കറണ്ട് ഉണ്ടാവൂലോ. ഇതിപ്പോൾ ഞങ്ങൾ ആ പാക്കറ്റ് പാല് വെള്ളി പിന്നെ എമർജൻസി ഇവള് പോയപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ
മറ്റേ ലാമ്പ് ലാമ്പ് മേടിച്ചുകൊണ്ട് വരാൻ. അപ്പം ഈ പാല് മേടിച്ചാലും നമുക്ക് കാച്ചി നമ്മൾ യൂസ് ചെയ്യണ്ടേ, പിന്നെ ബാലൻസ് വന്നത് ഇതിൽ വെക്കാൻ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ടാട്ടോ ഷൈനി പറഞ്ഞത് നല്ല അഭിപ്രായമാണ്. ഇവള് ഫാറ്റ് ഫ്രീ അല്ലേ? ഫാറ്റ് ഫ്രീ ആണോ അതോ അല്ല? നന്ദിനി മിൽക്ക് അത് ടോണ്ട് മിൽക്ക്. അപ്പൊ ഇവള് ഇടയ്ക്കിടയ്ക്ക് അത് വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്. സാധാരണ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇതിനു വേണ്ടി ഇവള് പറയും മേടിച്ചിവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം, പൊട്ടിച്ച് കഴിഞ്ഞാൽ അമ്മ ഫ്രിഡ്ജിൽ വെക്കണമെന്ന് എപ്പോഴും പറയും. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഷൈനി അത് പറഞ്ഞു തന്നത് സന്തോഷം. നമ്മളിങ്ങനെ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണ്ടേ. അപ്പൊ ഇത് കണ്ടിട്ടുണ്ടോ നോക്കിയേ, പാൽപ്പൊടി നന്ദിനി. ഞാനിത് പറഞ്ഞത് പുള്ളിക്കാരത്തിയോട് ഇതിന് വേണ്ടി പറഞ്ഞതാട്ടോ എന്റെ രീതികള്. ഇല്ല ഇത് ഞാൻ കണ്ടിട്ടില്ല. നീ മേടിക്കുന്ന എപ്പോഴും അമൂല്യയുടെ പിന്നെ മിൽമയുടെ ഇത് ഞാൻ കോവിലിൽ ചെന്നപ്പോ അവിടെ ഇരിക്കണ കണ്ടതാ. നന്ദിനിയുടെ ഇതുവരെ കണ്ടിട്ടുമില്ല, മേടിച്ചിട്ടുമില്ല. ഞാൻ പിന്നെ ഇങ്ങനത്തെ സാമ്പിൾ ഇതൊന്നും മേടിക്കാറില്ല. എനിക്ക് എപ്പോഴും ഫ്രഷ് പാല് അങ്ങ് ഒരു പാക്കറ്റ് എടുത്തങ്ങ് കാച്ചുക, എന്നിട്ട് ചായക്കും കാപ്പിക്കും എടുക്കുക, ബാക്കി ഉറയൊഴിക്കുക, കുടിക്കാനെടുക്കണമെങ്കിൽ കുടിക്കാനെടുക്കുക. അങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടികൾ. ഞങ്ങളൊക്കെ പഴയ ജനറേഷനായി, നിങ്ങൾ പുതിയ ജനറേഷനാണ്. നിങ്ങൾക്ക് വേറെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും രീതികളും ഉണ്ടാവും. അതിനെ നല്ല അഭിപ്രായത്തെ നല്ല രീതിയിൽ സ്വീകരിക്കുക, ചീത്ത അഭിപ്രായത്തെ വേരോടെ പിഴുതു കളയുക. ചീത്തയാന്ന് പറയുക, എന്നിട്ട് വേരോടെ മാറ്റുക. മാറ്റാൻ പറ്റുവാണെങ്കിൽ മാറ്റുക. അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാം. ഇതാണ് എൻ്റെ പോളിസി, ഇന്നത്തെ കോട്ട. അതെ. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഇതെല്ലാം 5 രൂപയുടെ അല്ലേ? അതൊക്കെ 10 ആയിരിക്കും ചിലപ്പോ. അതൊക്കെ 10. നോക്ക്, 10 രൂപ. അതൊക്കെ 10 രൂപ. ഇതും 10 ആണോ? അതും 10 ആയിരിക്കും. ബദാം ഡ്രിങ്ക് അല്ലേ? അല്ല അതിന് 5 ആണോ? ആയിരിക്കും. ചെറുതായത് നോക്കിക്കേ, 5 രൂപ. 5. ഇത് 10 അല്ലേ? ഇത് 10. ഇത് രണ്ടും 5. ഇത് വേസ്റ്റ് ഇതാ, ഗാർബേജ് ബാഗ്. ഇതാ. പിന്നെ ബില്ലൊക്കെ അതിനകത്ത് കിടപ്പുണ്ടോ? ഞാൻ കവർ കണ്ടല്ലോ. ബില്ല് കാണിക്കണോ? അപ്പൊ ലുലുന്ന് മേടിച്ചതിന് ടോട്ടൽ വന്നിരിക്കുന്ന 277 രൂപയാണ് കേട്ടോ. ആ കമ്പോസ്റ്റബിൾ ബാഗിന് 133 തന്നെയാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഡിസ്കൗണ്ട് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചതാ, ഇല്ലായിരുന്നു. പോൺസിന് 102 രൂപയെ ചാർജ് ചെയ്തോളൂ കേട്ടോ. എത്രയായിരുന്നു എഴുതിയായിരുന്നു? 108 രൂപയാണ് എഴുതിയിരുന്നത്. 102 ചാർജ് ചെയ്തോളൂ.